പണ്ടൊരു അഗതി മന്ദിരത്തില്ലേ, ഈ അപ്പുറം ഇപ്പുറവും 2 അപ്പച്ചന്മാരുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡുള്ള കഥ പറയണം. കാനഡയിൽ നടന്നൊരു, അപ്പോൾ കുഴപ്പമില്ല, ഈ അപ്പച്ചനെ അങ്ങ് കാനഡയിലാക്കിയാൽ മതി, മനസ്സിലായി? ഇതിപ്പോൾ റാന്നി ഹോന്നി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വെറും ലോക്കലാണല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥ അങ്ങ് കാനഡയിലാക്കുക. പക്ഷെ തൽക്കാലം ഞാൻ പറയുന്നതൊക്കെ ലോക്കൽ കഥകളാണ്. 2 അപ്പച്ചന്മാർ, ഒരപ്പച്ചന് ഉറക്കമേ ഇല്ല, മറ്റേ അപ്പച്ചൻ കിടന്നാൽ ഉടനെ ഉറങ്ങും. അപ്പോൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ കാണുന്ന ഒരു അച്ഛനുണ്ട്. ഒരു ദിവസം അച്ഛൻ വന്നപ്പം ഈ ഉറക്കമില്ലാത്ത അപ്പച്ചൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് തീരെ ഉറക്കമില്ല. പുള്ളിയുടെ യഥാർത്ഥ പ്രശ്നം പുള്ളിക്ക് ഉറക്കമില്ലാത്തതല്ല, അങ്ങേപ്പുറത്തെ പുള്ളി കിടന്ന് നല്ലതായിട്ട് ഉറങ്ങുന്നു എന്നുള്ള. അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അങ്ങോട്ട് ഉറക്കമില്ല. മറ്റേ പുള്ളിക്കാണ് കിടന്നാൽ മതി, എനിക്കങ്ങനെ കിടന്നാൽ ഉടനെ ഉറക്കം വരും. കാരണം പ്രശ്നമൊക്കെ ആര് പരിഹരിച്ചോളും? ദൈവം പരിഹരിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ പോയെന്ന് ചോദിക്കാം. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അടുത്ത പാഴ്സനേജ് പണിക്ക് ഞാനൊരു 2 ലക്ഷം രൂപ തരാം, അച്ഛൻ ഈ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കണം. ഇയാൾക്ക് എങ്ങനെ? അച്ഛൻ പറഞ്ഞു 2 ലക്ഷം രൂപ പാഴ്സനേജ് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും പോയി ചോദിക്കും, എന്ത് രഹസ്യം കണ്ടുപിടിക്കും? ഇറാഖി വരെ എവിടെയെങ്കിലും പോകും. കാരണം എന്താണ്? പൈസ കിട്ടുന്ന കേസല്ലേ. അച്ഛൻ പറഞ്ഞു ഞാൻ ഏറ്റ്. അച്ഛൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് പാപ്പച്ച ഉറക്കമൊക്കെ? എൻ്റെ അച്ഛാ എനിക്ക് നല്ല ഉറക്കമാണ്. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഇത് അഗതി മന്ദിരമല്ലേ, മക്കളൊന്നും ഇല്ലല്ലോ, എന്നിട്ടെന്താ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഞാൻ വൈകിട്ട് അച്ഛാ ഒരു ഗുളിക കഴിക്കും. അത് ശരി, അതെന്ത് ഗുളികയാ? ഒരുറക്ക ഗുളികയുണ്ട് അച്ഛാ. അപ്പം മറ്റേ പുള്ളിയുടെ സംശയം ശരി. എന്ത് ഗുളികയാണ് കഴിക്കുന്നത്? അത് വേദോത്സവത്തിലുള്ള ഒരു ഗുളികയാണ്. അപ്പോൾ ഈ അച്ഛൻ സെമിനാരി പഠിച്ചിട്ടുണ്ടെങ്കിലും എംപോസിഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും വേദോത്സവത്തിൽ ഗുളിക എന്ന് പറഞ്ഞൊരു സാധനം പുള്ളി പഠിച്ചിട്ടില്ല. അതെന്ത് സാധനം? അതെന്ത് ഗുളിക? അത് സങ്കീർത്തനത്തിലുള്ളൊരു ഗുളിക. അപ്പോൾ പറഞ്ഞു അതെന്ത് ഗുളിക? അപ്പോൾ പറഞ്ഞു ഒരു വാക്യമുണ്ട്, എൻ്റെ അച്ചോ എന്നാൽ അത് പറഞ്ഞ പാപ്പച്ചായ, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നു. ഏതായാലും പുള്ളി ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും ദൈവവും കൂടെ ഉണർന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ സങ്കീർത്തനം വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, വെട്ടുകത്തിയുമായിട്ട് കള്ളം വരുമെന്നും പറഞ്ഞു. വായിച്ചത് എന്തുവാ? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ദ പ്രൊട്ടക്ടർ ഓഫ് ഇസ്രായേൽ നീദർ സ്ലീപ്സ് നോർ സ്ലംബേഴ്സ്. ഇത് വായിച്ച് കയറി കിടന്ന് ഉറങ്ങുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്നത്. നമ്മളങ്ങനല്ല. നമ്മളിത് വായിക്കും, നീ അഥവാ ദൈവം എങ്ങാനും മയങ്ങിപ്പോയാലോ.